Okay, wait a minute. Okay. So we have studied what is authority. Authority in the Paranjal, it is actually someone's capability to instruct the subordinates to do a particular work. That is called as authority. അതുപോലെ തന്നെ ഒരാളുടെ ഉത്തരവാദിത്തമാണ് അയാളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, സോ അതോറിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ വേറൊരാൾക്ക് എന്തായാൻ പറ്റുള്ളൂ, റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു അതോറിറ്റി ഒരു സെക്ഷനിലുള്ള എല്ലാവർക്കും ഉണ്ടാവും. എൻ്റെ നേരെ മുകളിൽ ഉള്ള HODക്ക് എന്നെ ഇൻസ്ട്രക്ട് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. പക്ഷെ നമ്മുടെ HOD പോയിട്ട് ഇലക്ട്രിക്കലുകാരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർ കേൾക്കുമോ? അവർ മൈൻഡ് ആക്കാതെ വിടും അല്ലേ. ദിസ് ഇസ് ബിക്കോസ് ഹി ഹാസ് അതോറിറ്റി ഓവർ എ പെർട്ടിക്കുലർ സെക്ഷൻ. ഇപ്പൊ ഇവിടെ മെക്കാനിക്കലിന്റെ HOD ആണെങ്കിൽ അദ്ദേഹത്തിന് മെക്കാനിക്കലിന്റെ സ്റ്റാഫിന്റെ അടുത്ത് ആണ് അതോറിറ്റി വരുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ മെക്കാനിക്കൽ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദിസ് അതോറിറ്റി ആൻഡ് ഓൾസോ ടു ദി ഹയർ സെക്ഷൻ ഓഫ് ദി മാനേജ്മെന്റ്. ഓക്കെ, ഇവിടെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക് വരുന്നത്. അതായത് പീപ്പിൾ വിൽ ബി അവെയർ ദാറ്റ് സംതിങ് ഈസ് അവൈലബിൾ അറ്റ് ദ സെൻട്രൽ ലെവൽ വിച്ച് ഹാസ് ദ ഫൈനൽ കൺട്രോൾ ഓവർ ദ എവറിത്തിങ്. ഈ കോൺസെപ്റ്റിനാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലേ? അപ്പം നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എടുത്താൽ, മൂവിങ് സ്ലൈറ്റ്ലി അവേ ഫ്രം ദ ടോപ്പിക്, ഇഫ് യു ആർ ടേക്കിംഗ് ദ സിറ്റുവേഷൻ ഓഫ് അവർ കൺട്രി, നമ്മുടെ രാജ്യത്തിന് ഒരു ഫെഡറൽ കൺട്രി സിസ്റ്റം എന്നാണ് പറയുക. ഓക്കെ, നമ്മുടെ രാജ്യത്തിന് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന് ഒരുപാട് സ്റ്റേറ്റ്സ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. India is divided into different states based on the linguistic basic. Linguistic basically ഒരുപാട് സ്റ്റേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള. പക്ഷേ യു നോ ദാറ്റ് ഈവൻ ദോ അവർ സിസ്റ്റം ഇസ് ജസ്റ്റ് ലൈക്ക് USA ഒക്കെ പോലെ തന്നെ ഒരു സ്റ്റേറ്റുകളായിട്ട് തരംതിരിച്ചിട്ടാണ് ഉള്ളതെങ്കിലും നമ്മുടെ രാജ്യത്ത് അൾട്ടിമേറ്റ് പവർ ലൈസ് ബിറ്റ്വീൻ ദി സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, അപ്പോൾ ദർ ഇസ് ദ സെൻട്രലൈസ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ടു ദി സെൻട്രൽ ഗവൺമെന്റ്. മനസ്സിലായില്ല? അതേപോലെ തന്നെ എവറി ഇൻഡസ്ട്രീസ് കമ്പയർ ടു എവറി ഇൻഡസ്ട്രീസ് ദർ വിൽ ബി a top level power which under which several officials will be there who has the authority to control the employees. Okay, അപ്പോൾ ഇതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. മനസ്സിലായോ എന്താ ഡീസെൻട്രലൈസേഷൻ? ഓക്കെ, യു കൻ ഓൾസോ റീഡ് ദ ഡെഫിനിഷൻ ഹിയർ. സോ ഇറ്റ് ഈസ് എൻ എഫേർട്ട് to delegate. Okay, it is an effort which is helping us to control the lower level authorities. Okay, so that is the power of a particular institute is tried to concentrate at a particular center. അതായത് നമ്മുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ ആരാണെന്നുള്ളത്. ഇപ്പൊ KTUവിനെ ഡീസെൻട്രലൈസ്ഡ് ആണ് KTUയുടെ അപ്രോച്ച് അല്ലെ. അതൊരു പെർട്ടിക്കുലർ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയി മാറ്റി KTU എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള പേര് കൊടുത്തിട്ട് ദ എൻറ്റയർ പവർ ടു കൺട്രോൾ എവറി കോളേജസ് ഈസ് ഡീസെൻട്രലൈസ്ഡ് ടു KTU. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ കോളേജിന് നമ്മുടെ കോളേജിൻ്റെതായ റൂൾ ഉണ്ട്, നമ്മുടെ അതോറിറ്റി ഉണ്ട്, അതിന്റെ മുകളിൽ ഒരു പ്രിൻസിപ്പൽ ഉണ്ട്, ഒരു മാനേജ്മെന്റ് ഉണ്ട്. പക്ഷേ എവറിത്തിങ് ഈസ് കൺട്രോൾഡ് ബൈ ദ KTU. സോ ഇവിടെ എഡ്യൂക്കേഷൻ, ഈ ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ ഡീസെൻട്രലൈസേഷൻ എങ്ങനെയാണ് ഗവൺമെന്റ് ചെയ്തത്? ഇറ്റ് ഈസ് ഡൺ based on establishing a body called Kerala Technological University. Okay, so അതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് മനസ്സിലായോ എന്താണ് ഡീസെൻട്രലൈസേഷൻ? If yes, someone comment yes, then we will continue to the next part. അതായത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് നമ്മൾ നോക്കേണ്ടത്. അതിന് മുമ്പേ ആദ്യം ഡീസെൻട്രലൈസേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണമായിരുന്നു. അതാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഓക്കെ, സോ ഡീസെൻട്രലൈസേഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വാട്ട് എവർ ബി ദ സിറ്റുവേഷൻ, വാട്ട് എവർ ബി ദ ഡിസിഷൻസ് ടു ബി മെയ്ഡ്, അത് വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഗവൺമെന്റിന് അല്ലെങ്കിൽ ആരായാലും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇൻഡസ്ട്രി വിൽ ബി ഏബിൾ ടു ടേക്ക് ക്വിക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ എനി പെർട്ടിക്കുലർ ടോപ്പിക്. ഓക്കെ, സോ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡിസൈഡ് ചെയ്യാണ് ഈ മാർച്ച് ഇത്രാം തീയതി എക്സാം തേർഡ് സെമിസ്റ്ററിന്റെ തുടങ്ങണം. ഓക്കെ, ദ എക്സാം സ്റ്റാർട്ട്സ് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ക്വിക്ക് ഡിസിഷൻ ഈസ് പോസിബിൾ വെൻ യു ആർ ഡീസെൻട്രലൈസിങ് എൻ ഇൻഡസ്ട്രി. ഓക്കെ, മാനേജേഴ്സിന്റെ എഫക്റ്റീവ്നെസ് ഇൻക്ലൂഡ് ചെയ്യുന്നു. ഡെമോക്രറ്റൈസേഷൻ. സോ വാട്ട് ഇസ് ഡെമോക്രറ്റൈസേഷൻ? ഡെമോക്രറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലേക്ക് ഇത് പോകുന്നു. ഇപ്പോൾ കോളേജസിന്റെ ഒപ്പീനിയൻ KTUവിനോട് പറയുന്നു, ടീച്ചേഴ്സിന്റെ ഒപ്പീനിയൻ KTUവിനോട് പറയുന്നു, ഈ ഒപ്പീനിയൻസ് പ്രിൻസിപ്പൾസിന്റെ മീറ്റിംഗ് ഒക്കെ KTU വെക്കുന്നു. ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എക്സാം ഡേറ്റ്, സെമിസ്റ്റർ എൻഡിങ് ഡേറ്റ് അല്ലെ, പ്രോജക്റ്റിന്റെ വാല്യുവേഷൻ എങ്ങനെയാണ് വേണ്ടതൊക്കെ ഡിസൈഡ് ചെയ്ത് KTU. സോ ദർ ഇസ് ഡെമോക്രസി ഇൻ ദിസ് ഡീസെൻട്രലൈസേഷൻ. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ആൻഡ് ഇംപ്രൂവ്ഡ് മോറൽ ഓഫ് പേഴ്സണൽ. ഓക്കെ, അതായത് ഒരു പെർട്ടിക്കുലർ മാനേജർ വന്നിട്ട് എല്ലാം തോന്നിയ പോലെ കൺട്രോൾ ചെയ്യുന്നില്ല ചെയ്യുന്നത്. ഓൾവേസ് ദർ ഇസ് സമൺ അറ്റ് ദ സെന്റർ ടു പ്രൊട്ടക്ട് എന്നുള്ളൊരു ചിന്താഗതി ആളുകൾക്ക് ഉണ്ടാകുന്നു. സോ ഇംപ്രൂവ്ഡ് മോറൽ ഓഫ് ദ പേഴ്സൺ. ഓക്കെ, സോ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് വെച്ചാൽ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ല.
അതായത് ചില കോളേജസിൽ പ്രോപ്പർലി ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന മാനേജേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, സ്റ്റാഫ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ചില സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവില്ല. അപ്പം certain places where proper commanding is happening അവിടെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു സ്ഥലത്ത് അത് ഇല്ലെങ്കിൽ ആളുകൾ മൊത്തം എന്ത് ചെയ്യണമെന്ന് തീരുമാനം കിട്ടാറുണ്ട് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും യൂണിറ്റി ഓഫ് കമാൻഡ് വയലേറ്റ് ചെയ്യുന്നുണ്ട് ഡീസെൻട്രലൈസേഷൻ. അതായത് എന്നെ ഒരു സിംഗിൾ സോഴ്സ് ഉള്ള, അതായത് ഇപ്പൊ എന്താ പറയുന്ന വെച്ചാൽ എനിക്കിപ്പോ HOD ഇൻസ്ട്രക്ഷൻ കിട്ടുന്നു, ഇന്ന് നിങ്ങളുടെ ഇന്റേണൽ പബ്ലിഷ് ചെയ്യണം, KTU പോർട്ടൽ അപ്ലോഡ് ചെയ്യണം എന്ന് HOD പറയാണ്. ഓക്കെ, നാളെ രാവിലെ KTUവിന്റെ മെസ്സേജ് വരികയാണ്, KTU പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ട അല്ലെ കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഡേറ്റ് 10 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അവിടെ HODയുടെ കമാൻഡ് ഇൻവാലിഡ് ആയല്ലോ. സ്വാഭാവികമായിട്ടും വയലേറ്റിംഗ് ദ യൂണിറ്റി ഓഫ് കമാൻഡ് ഈ ഡീസെൻട്രലൈസേഷന്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്ന് നമുക്ക് പറയാം. ആൻഡ് മിസ്യൂസ് ഓഫ് പവർ. ഇപ്പൊ ഞാനിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി പഠിച്ച സമയത്ത് ഞങ്ങളുടെ കോളേജിൽ, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പിന്നെ കോളേജിന്റെ ഉള്ളിൽ ഒരു ചിക്കൻ ബോക്സിന്റെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ മൊത്തം യൂണിവേഴ്സിറ്റി എക്സാമും S5 ഞങ്ങൾ മാറ്റി വെച്ചിരുന്നു. അത് നമ്മുടെ സ്റ്റാഫിനോട് പറഞ്ഞ്, ഞങ്ങളുടെ സ്റ്റാഫാണ് എക്സാം കൺട്രോളർ ആയിട്ട് വരിക, സ്റ്റാഫിനോട് പറഞ്ഞ് എക്സാം മാറ്റി വെച്ചിരുന്നു. പക്ഷെ ഇത് ആ സമയത്തുള്ള വിമൽ ജ്യോതിനെയും LBSനെയും വയനാട് എഞ്ചിനീയറിംഗ് കോളേജിനെയും ഒക്കെ ചീമേനിയെയും ഒക്കെ എഫക്ട് ചെയ്തിരുന്നു അല്ലേ. അതായത് there will be some people who are close to the centralized power who can misuse this power. മനസ്സിലായില്ല. അപ്പൊ അതും ഒരു പ്രശ്നമാണ്. മിസ്യൂസ് ഓഫ് പവർ ഡീസെൻട്രലൈസേഷന്റെ വലിയൊരു കാര്യം. ഇപ്പൊ ചിലപ്പോൾ തിരുവനന്തപുരത്തുള്ള സാഹചര്യം അനുസരിച്ചോ അല്ലെ അവിടെ CET-യിലുള്ള കുട്ടികളുടെ അവസ്ഥ അനുസരിച്ചോ അവരുടെ ക്ലാസ് എപ്പോൾ തീരുന്നതനുസരിച്ചൊക്കെ ആയിരിക്കാം ചിലപ്പം KTU എക്സാം ഡേറ്റും ടൈം ഡിസൈഡ് ചെയ്യും. സോ യു ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ്. സോ that are the two disadvantages of decentralization. ഓക്കെ, ഒന്നാമത് വയലേറ്റിംഗ് ദ യൂണിറ്റി ഓഫ് കമാൻഡ്, മിസ്യൂസ് ഓഫ് പവർ. ഇത് രണ്ടുമാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. Okay, so that is what decentralization is. Okay, so I will ask a question. So Abin Jose can turn your mic on. Abin Jose, എന്താണ് നിനക്ക് ഡീസെൻട്രലൈസേഷനിലൂടെ മനസ്സിലായത്? ഉണ്ടോ? ആ പറ. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. പവറിനെ നെറ്റിന്റെ പ്രശ്നമാണോ? നമ്മളിങ്ങനെ ഓരോ കൊടുക്കുന്നത്. ഓക്കെ, നിന്റെ സൗണ്ടിന് എന്തോ പ്രശ്നമുണ്ട്. നീ കുറച്ചുകൂടെ റേഞ്ചുള്ളടുത്ത് പോയിരിക്കും. അങ്ങോട്ട് ആദർശ് ടീക്ക് ഒന്ന് മൈക്ക് ആക്കുമോ? ഹലോ, ആ പറഞ്ഞ ആദർശ്, എന്താ മനസ്സിലായത് എനിക്ക്? ഒരു പവർ ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു സംഭവം നിയന്ത്രിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അതിൽ അഭിപ്രായം പറയാനും ഉള്ള ഇതിന്റെ ഡിസിഷൻ എടുക്കുന്ന ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഓക്കെ, അത് ഇപ്പൊ നമ്മളിപ്പോ KTUവിന്റെ ഒരു എക്സാമ്പിൾ വെച്ചല്ലേ പറഞ്ഞത്, അതല്ലാതെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ, ഏതെങ്കിലും വേറെ ഇൻഡസ്ട്രിയൽ സെക്ഷനിൽ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ടെലികോം ഇൻഡസ്ട്രീനെ വെച്ച് നോക്കുമ്പോൾ മിനിസ്ട്രി ഓഫ് ടെലികമ്മ്യൂണിക്കേഷനിലേക്കാണ് എല്ലാ ടെലികോം ഇൻഡസ്ട്രീസിനെയും ഡീസെൻട്രലൈസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ പറയുന്ന തീരുമാനങ്ങളാണ് റിലയൻസ് ആയാലും ഐഡിയ ആയാലും അല്ല വോഡഫോൺ ആയാലും എല്ലാം പിന്നെ ഫോളോ ചെയ്യുന്നത്. ബിക്കോസ് അതാണ് അത്. അപ്പം ഈ ഓരോ ഇപ്പോൾ വോഡഫോൺ ഐഡിയ ആണെങ്കിൽ ശരി, ജിയോ ആണെങ്കിൽ അവരുടേതായ ഓർഗനൈസേഷൻ സിസ്റ്റവും സ്റ്റാഫും സ്ട്രക്ചറും അതോറിറ്റിയും ഒക്കെ അവർക്കുണ്ട്. പക്ഷെ സ്റ്റിൽ whatever be the telecom ministry's decision, it is followed by these companies. So that is called as decentralization. Okay, so we'll go to, അപ്പോൾ അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് we will go to the organizational structure. Okay, decentralization കഴിഞ്ഞു. ഇനി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിലേക്ക് പോകും. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ഇന്നലെ ക്ലാസ് നിർത്തിയത്. ഓക്കെ, we will see the concept of organizational structure. എന്തൊക്കെ ടൈപ്പ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടെന്നാണ് നോക്കുന്നത്. ആദ്യം നോക്കുന്നത് ഫസ്റ്റ് വൺ ഇസ് ലൈൻ. ഓക്കെ, അല്ലെ മിലിറ്ററി ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയും. പണ്ട് കാലത്തോട്ടേ ഉള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. PSCയുടെ ഒക്കെ പരീക്ഷകൾക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ഇപ്പോൾ എന്ത് ടൈപ്പ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് മിലിറ്ററി ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നൊക്കെ പറയാം. ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. പിന്നെയുള്ളത് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആണ്. പിന്നെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ,
കമ്മിറ്റി ഓർഗനൈസേഷൻ സ്ട്രക്ചർ, മെട്രിക്സ് ടൈപ്പ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, സെല്ലുലാർ പഠിക്കണം. ഓക്കെ, ബാക്കിയുള്ള ടൈപ്പ്. ഓക്കെ, ഇൻ ദിസ് from this you will be asked for 10 marks or 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും, ഒരു മാക്സിമം ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ ആ 10 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ വിത്ത് ഡയഗ്രാം ആണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, അത് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ യു ഷുഡ് ബി ഏബിൾ ടു ഡ്രോ ദി diagram. So this expected is 10 marks. Okay, you will be asked for the questions about 10 marks. ഇത് ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. Okay, so you can, if you are writing notes, you can just mark a star mark ചെയ്യാം. Okay, and we will start. Okay, ആദ്യത്തെ ലൈൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ്. സോ ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് വൺ ഇസ് ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. എന്താണെന്ന് നോക്കാം. ഇതാണ് ഓൾഡസ്റ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനെ നമ്മൾ സ്കാലാർ അല്ലെങ്കിൽ മിലിറ്ററി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നും പിന്നെ വിളിക്കാറുണ്ട്. ഓക്കെ, പിന്നെ വെർട്ടിക്കൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ്, അതായത് മുകളിൽ നിന്ന് താഴേക്കാണ് ഇൻഫർമേഷന്റെ ഫ്ലോ ഇവിടെ വരിക. ഓക്കെ, രണ്ട് ടൈപ്പാണ് ഇതുള്ളത്. ദർ ഇസ് പ്യുവർ ലൈൻ ഓർഗനൈസേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ലൈൻ ഓർഗനൈസേഷൻ. രണ്ട് രീതിയിലാണ് ലൈൻ ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, പ്യുവർ ലൈനും ഡിപ്പാർട്ട്മെന്റൽ ലൈനും. ഓക്കെ, എന്താണ് പ്യുവർ ലൈൻ ഉള്ളത് നോക്കാം. ഒരു കമ്പനിയിൽ ഒരു പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടാവും. ഓക്കെ, സോ ദർ വിൽ ബി an ഓർഗനൈസേഷൻ. അതിൻ്റെ താഴെയായിട്ട് യു ക്യാൻ സി എ പ്രൊഡക്ഷൻ മാനേജർ. ഇവിടെ ഒരു പ്രൊഡക്ഷൻ മാനേജർ ഉണ്ട്. ഈ പ്രൊഡക്ഷൻ മാനേജറിന്റെ താഴെ ആരുണ്ട്, ഒരുപാട് ഫോർമാൻമാരുണ്ട്. ഓക്കെ, സോ ദർ ഇസ് ഫസ്റ്റ് ഫോർമാൻ, സെക്കൻഡ് ഫോർമാൻ, തേർഡ് ഫോർമാൻ. ഇയാള് വർക്കേഴ്സിനെ ഇൻസ്ട്രക്ട് ചെയ്യും. നമ്മുടെ ഒരു മേസറി പോലെ ആലോചിച്ചാൽ മതി. ഓക്കെ, അയാൾ വർക്കേഴ്സിനെ ഇൻസ്ട്രക്ട് ചെയ്യും. ഓക്കെ, സോ ദർ ഇസ് എ പ്രൊഡക്ഷൻ മാനേജർ. ഫോർമാൻ ആരൊക്കെ റിപ്പോർട്ട് ചെയ്യുക, അയാൾ, ഈ ഫോർമാൻമാരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ പ്രൊഡക്ഷൻ മാനേജേഴ്സിൻ്റെ അടുത്താണ്. ദേ വിൽ ബി റിപ്പോർട്ടിംഗ് ടു ദ പ്രൊഡക്ഷൻ മാനേജർ. അയാളുടെ താഴെ ഓരോ ഫോർമാൻ്റെ കീഴിലും ഓരോ വർക്കർ ഉണ്ടാവും. ഇതാണ് പ്യുവർ ലൈൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഡിപ്പാർട്ട്മെന്റൽ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു ലെയ്ത്ത് സെക്ഷൻ ഉണ്ടാവും, ഒരു ടേണിംഗ് സെക്ഷൻ ഉണ്ടാവും, ഒരു മില്ലിംഗ് സെക്ഷൻ ഉണ്ടാവും, ഒരു സ്പിന്നിങ് സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഓരോ സെക്ഷനും അതിൻ്റെതായ പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്പിന്നിങ് സെക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ സ്പിന്നിങ് സെക്ഷനിൽ നിങ്ങൾ നോക്കൂ. ഓക്കെ, സോ ദിസ് സ്പിന്നിങ് സെക്ഷൻ ദർ ആർ 3 ഫോർമാൻസ്. ഓക്കെ, ഫോർ ഇൻസ്ട്രക്ടിങ് 1, 2, 3 ഫോർമാൻമാരുണ്ട്. അണ്ടർ ദം ദർ ആർ വർക്കേഴ്സ്. ഓക്കെ, രണ്ട് രീതിയിൽ ലൈൻ ഓർഗനൈസേഷൻ കൊണ്ടുപോകാം. ഒന്ന് എൻറ്റയർ ഇൻഡസ്ട്രിക്കായിട്ട് ആക്കിയിട്ടുള്ള പ്യുവർ ലൈൻ ഓർഗനൈസേഷൻ ആയിട്ട് കൊണ്ടുപോകാം. ഇറ്റ് ക്യാൻ ഐദർ ബി പ്യുവർ ലൈൻ ഓർഗനൈസേഷൻ or it can be line organization can be also based on particular department. Okay, രണ്ട് ടൈപ്പിലാണ് ലൈൻ ഓർഗനൈസേഷൻ പോകുന്നത്. പ്യുവർ ലൈൻ, അതായത് ടോട്ടൽ കമ്പനിയിൽ there will be a production manager, under him there will be several foremen, and under foreman there will be several workers. Okay, so ഇയാളുടെ കീഴിൽ മേ ബി there are 10 workers. Okay, 10 വർക്കേഴ്സ് ആണ് ഈ ഫോർമാന്റെ കീഴിലുള്ളത്. ഈ ഫോർമാന്റെ കീഴിൽ ഒരു 15 വർക്കേഴ്സ് ഉണ്ട്. ഈ ഫോർമാന്റെ കീഴിൽ ഒരു 10 വർക്കേഴ്സ് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ സ്പ്ലിറ്റിംഗ് വരുന്നത്. പക്ഷെ നേരെ മറിച്ച് ഡിപ്പാർട്ട്മെന്റൽ വൈസ് ആകുമ്പോൾ ഇവിടെ ഒരു 5 വർക്കേഴ്സ് ആയിരിക്കും ഉണ്ടാവുക, ഇവിടെ ഒരു 5 വർക്കേഴ്സ് ഉണ്ടാവും, ഇവിടെ ഒരു 5 വർക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എന്നെ ഡിപ്പാർട്ട്മെന്റൽ ആകുമ്പോൾ കുറച്ചുകൂടി എന്ത് വന്നു, എഫിഷ്യൻസി വന്നു മറ്റേതിലേക്ക് അല്ല. ഈ ഒരു പ്രൊഡക്ഷൻ മാനേജറിൽ പ്യുവർ ലൈൻ ഓർഗനൈസേഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്തൊക്കെ ടാസ്ക് ആണ് ഈ ഫോർമാന്റെ കീഴിലുള്ള വർക്കർ ചെയ്യുന്നതെന്ന് അറിയില്ല. ഈ 10 വർക്കറിൽ നിങ്ങൾ നോക്കൂ, ഈ 10 വർക്കറിൽ ചിലപ്പോൾ സ്പ്ലിറ്റിംഗ് വരുമ്പോൾ ഒരു 2 വർക്കേഴ്സ് സ്പിന്നിങ് ആയിരിക്കും ചെയ്യുന്നത്, ഒരു 4 വർക്കേഴ്സ് ലെയ്ത്ത് ആയിരിക്കും ചെയ്യുന്നത്, ഒരു 4 വർക്കേഴ്സ് വേറെ വല്ല ഗ്രൈൻഡിങ് വർക്കായിരിക്കും ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് പ്യുവർ ലൈനിന്റെ ബാക്കി എക്സ്റ്റൻഷൻ വരും, ഈ വർക്കേഴ്സിലുള്ള എക്സ്റ്റൻഷൻ വരും. മനസ്സിലായല്ലോ? ഇവിടെ അങ്ങനെയല്ല, ഒറ്റ സെക്ഷനേ ഉള്ളൂ. ആ സെക്ഷനിൽ ഒരു പണി മാത്രം ചെയ്യുന്ന ഫോർമാൻ, മാത്രം ഇൻസ്ട്രക്ട് ചെയ്യുന്ന ഫോർമാൻമാരും ആ പണി മാത്രം ചെയ്യുന്ന വർക്കേഴ്സുമാണ് ഡിപ്പാർട്ട്മെന്റൽ ലൈൻ ഓർഗനൈസേഷനിലുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ലൈൻ ഓർഗനൈസേഷൻ. ഐ ഹോപ്പ് യു ആർ നോട്ടിങ് ദീസ് തിങ്സ്. ഓക്കെ, സോ നോട്ടിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണോ എന്നേരം ജസ്റ്റ് നോട്ട് ചെയ്യുക. അപ്പോൾ PSCക്ക് ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മിലിറ്ററി ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, വിച്ച് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഇസ് ഓൾസോ നോൺ ആസ് മിലിറ്ററി ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ ഫോർ ഒരു ഓവർസിയർ എക്സാമിനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഇതായിരുന്നു, ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആയിരുന്നു. ഓക്കെ, ഗേറ്റിലും ഇത് ചോദിച്ചിട്ടുണ്ട്. ഗേറ്റിൽ ഇത് എന്ത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണെന്ന് ഒരു ഡയഗ്രാം വരച്ച് ചോദിച്ചിരുന്നു ഈ ലൈൻ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട്. ഓക്കെ, സോ വിൽ സീ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഫ്ലോ, ആസ് യു ക്യാൻ സീ, വാട്ട് എവർ ബി ദ ഫ്ലോ ഓഫ് ഇൻസ്ട്രക്ഷൻ, നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും വെർട്ടിക്കൽ ഫ്ലോ ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് വരുന്നത്. ആണോ? അതെ,
പ്രൊഡക്ഷൻ മാനേജറിന്ന് ഇൻഫർമേഷൻ ഫോർമാനിലേക്ക് പോയിട്ട് അവിടുന്ന് ഇൻഫർമേഷൻ വർക്കേഴ്സിലേക്ക് പോകുന്നു. അപ്പോൾ ഓൾവേസ് ദ ഇൻഫർമേഷൻ ഫ്ലോ ഈസ് ദ വെർട്ടിക്കൽ flow. Okay, so there is a vertical flow of information, that is the information flows from the top management to the bottom. Okay, so the flow of information is from top to bottom. Okay, അപ്പോൾ സ്വാഭാവികമായിട്ടും ടോപ്പ് ടു ബോട്ടം ആയിട്ട് ഒറ്റ ലൈനിൽ ഇൻഫർമേഷൻ പോകുന്നതുകൊണ്ട് യൂണിറ്റി ഓഫ് കമാൻഡ് ഈസ് മെയിൻറ്റെയിൻഡ്. അതായത് സിംഗിൾ ഇൻസ്ട്രക്ഷനെ ഈ വർക്കറിന് എപ്പോഴും ഈ ഫോർമാൻ എയിൽ നിന്ന് മാത്രമേ ഇൻസ്ട്രക്ഷൻ ലഭിക്കുകയുള്ളൂ. ഈ ഫോർമാൻ ഈടെയുള്ള വർക്കറിനെ ചൊറിയാൻ നിൽക്കില്ല അല്ലെ. സ്വാഭാവികമായിട്ട് ഇയാളെ മാത്രമേ ഇയാളെ കേൾക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഇസ് യൂണിറ്റി ഓഫ് കമാൻഡ് ഇസ് മെയിൻറ്റെയിൻഡ് ഇൻ ദ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഓൾ പേഴ്സൺ അറ്റ് ദ സെയിം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. അപ്പോൾ ഒരേ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഈ വർക്കറിനെ ആശ്രയിക്കുന്നില്ല, ഈ വർക്കറിനെ ആശ്രയിക്കുന്നില്ല. അതേപോലെ ഈ ഫോർമാൻ ഈസ് നോട്ട് ഡിപെൻഡന്റ് അപ്പോൺ ദീസ് എനി ഫോർമാൻസ് അല്ലെ. അപ്പൊ ഈ ഫോർമാൻമാർ തമ്മിൽ ഒന്നും ഇന്റർ ഡിപെൻഡൻസ് വരുന്നില്ല. അപ്പൊ ആർക്കും തമ്മിൽ ഒരു ബാധ്യതയും വരുന്നില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ഓൾ പേഴ്സൺസ് അറ്റ് ദ സെയിം ലെവൽ, ഈ സെയിം ലെവലിലുള്ള പേഴ്സൺ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. ഓക്കെ, അപ്പൊ ഈ സെയിം ലെവലിലുള്ള പേഴ്സൺ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. ഓക്കെ, സോ ദർ ഇസ് സ്പെസിഫിക് റെസ്പോൺസിബിലിറ്റി ആൻഡ് സൗണ്ട് ശരിയായോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് മുമ്പേ എനിക്കൊരു കോൾ വന്നിരുന്നു. ഓക്കെ, അതുകൊണ്ട് സൗണ്ട് പോയതാണ്. സ്റ്റാർട്ട് അഗെയിൻ. ഹോപ്പ് യു ആർ ലിസണിങ്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് എ ലൈൻ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇനി അടുത്തത് അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഈ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് സിമ്പിൾ, ദർ ഇസ് പ്രോപ്പർ ഡിസിപ്ലിൻ. ഓക്കെ, പ്രോംപ്റ്റ് ഡിസിഷൻസ്. ഓക്കെ, ഡിസിഷൻസ് ടേക്കൺ ഈസ് പ്രോപ്പർലി എക്സിക്യൂട്ടഡ്. ഓർഡർ ആയിട്ടുള്ള ടോപ്പ് ടു ബോട്ടം കമ്മ്യൂണിക്കേഷൻ, എളുപ്പത്തിൽ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും, ലാഭകരമായിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒട്ടുമിക്ക എല്ലാ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓർഗനൈസേഷൻസിലും ഈ സിമ്പിൾ ആയിട്ടുള്ള ലൈൻ ഓർഗനൈസേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ കാര്യമുള്ളത് ലാക്ക് ഓഫ് സ്പെഷ്യലൈസേഷൻ. ഓക്കെ, അതായത് ഈ ഫോർമാൻ ഒരു പണി അറിയാം, അയാൾക്ക് ഒരു വർക്കറിന് ഒരു കാര്യത്തിൽ ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റും, അതിലപ്പുറം വേറൊരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. സോ ലാക്ക് ഓഫ് സ്പെഷ്യലൈസേഷൻ. കോൺസെപ്ഷ്യൽ തിങ്കിങ് ഒന്നുമില്ല. സ്പിന്നിങ് ചെയ്യുന്ന ഫോർമാനും വർക്കറും സ്പിന്നിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ, അതിലപ്പുറമുള്ള ഒന്നും നടക്കുന്നില്ല. ഓക്കെ, ഓട്ടോക്രാറ്റിക് അപ്രോച്ച് ആണ്. വട്ട് എവർ ബി ദ ഫോർമാൻ സേസ്, ഫോർമാൻ ഒരു ഡയമെൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഒപ്പീനിയൻ പറയുന്നു, വർക്കർ കുറച്ചുകൂടി ഒരു ക്ലിയറൻസ് കൊടുത്തുകൂടെ, ഇതാക്കി കൂടെ, അതൊന്നും നടക്കൂല. അവിടെ ഓട്ടോക്രാറ്റിക് അപ്രോച്ച് ആണ്. ആൻഡ് ദർ വിൽ ബി പ്രോബ്ലംസ് വിത്ത് കോർഡിനേഷൻ. ഇതൊക്കെയാണ് എൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെറിയ സ്കെയിൽ, ഒരു ഹോട്ടലൊക്കെ പോലെയുള്ള സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻസ്, ചെറിയ ഇൻഡസ്ട്രീസിലൊക്കെയാണ്, കുറച്ച് സബോർഡിനേറ്റ്സ് മാത്രമുള്ള ഇൻഡസ്ട്രികളിലാണ് ഈ ലൈൻ ഓർഗനൈസേഷൻ സൂട്ടബിൾ ആയിട്ട് ഉള്ളത്. ഓക്കെ, സോ ഇത്രയാണ് ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം എന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് ഫങ്ഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഓക്കെ, എന്താണ് ഫങ്ഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നുള്ളത്? നന്ദകിഷോർ ഉണ്ടോ? രവി? എന്താ ലൈൻ ഓർഗനൈസേഷനിലൂടെ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞത്? അറിയാവോ? ഇല്ല സാർ. ഓക്കെ, അപ്പോ അടുത്തത് അറിയാം നമ്മൾ ചോദിക്കാം. അമിത് കാന്തിനെ ഞാൻ ഇന്നലെ പിടിച്ചതല്ലേ? അമൽ രാജ്
സാർ പറഞ്ഞോളൂ അമൽ. വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ബൈ ലൈൻ ഓർഗനൈസേഷൻ? ലെഫ്റ്റ് അടിച്ചു. അദ്വൈത്, അതേതുണ്ടോ? സാർ പറയാ. സാർ അറിയില്ല സാർ. അറിയറ് വെറുതെ ഇങ്ങനെ ഓണാക്കിയിരുന്നോ? നിങ്ങളെല്ലാം ഞാൻ ഫസ്റ്റ് ഇയറിൽ കണ്ടതോ അല്ലെ? ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് ഞാൻ സസ്റ്റൈനബിൾ എടുത്തല്ലേ? ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? വൺസ് അപ്പോൺ എ ടൈം എടുത്താണോ? നിങ്ങൾക്കാണോ ഞാൻ എടുത്തത്? ആദ്യം വന്ന ടൈമിൽ നിങ്ങളെ ക്ലാസ്സിന് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എസ് ആയിട്ട് നൽകി കിട്ടുന്നത്. ഓക്കെ, ആദർ സ്പീക്കറിനോട് ഞാൻ ചോദിച്ചു. അനിൽകുമാർ, അഖിൽകുമാർ ഉണ്ടോ? അഖിൽകുമാറെ പറ. ഞാൻ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചെന്നറിയോ അഖിൽകുമാറിനെ? ലൈൻ ഓർഗനൈസേഷൻ. എന്താ ലൈൻ ഓർഗനൈസേഷൻ അഖിലെ? ചോറ കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നു. അർജുൻ ടീനെ വിളിച്ചാണ്, ഷായ് സ്റ്റോമിനെ വിളിച്ചാണ്, ശ്രീരാജ് വി വി. രണ്ട് ശ്രീരാജ് വി വിനെ കാണുന്നു. പറഞ്ഞോ. ലൈൻ ഓർഗനൈസേഷനോ? അത് പ്രൊഡക്ഷൻ മാനേജർന്ന് ഫോർമാനിലേക്ക് വന്ന് പിന്നെ അവിടുന്ന് വർക്കർ. അപ്പൊ കഴിഞ്ഞ ബാക്കി എഴുതിയെടുത്തില്ല. ബാക്കി എഴുതിയെടുത്തിട്ടില്ല. വിഷ്ണു കെ ഓഫായി വിഷ്ണു പറ. ടോപ്പ് ബോട്ടത്തിലേക്ക് ഒരു ലൈൻ വഴി ഫ്ലോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതെ, അതിന് രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഇല്ല? അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. രണ്ട് ടൈപ്പ് ലൈന് നമ്മൾ പഠിച്ചു ഇപ്പോൾ. പ്യുവർ ലൈനും ഡിപ്പാർട്ട്മെന്റലോ? ഡിപ്പാർട്ട്മെന്റിൽ എന്താ പ്രത്യേകത? ഡിപ്പാർട്ട്മെന്റിൽ ഫോർമാൻ തന്നെയാണ് വർക്കേഴ്സിലേക്ക് പോവുക. 3 ഫോർമാൻ തന്നെയാണ്, ഒരാൾ തന്നെയാണ് 3 അതെ, പക്ഷെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതിനെ പറയുന്നതിന് എന്താ കാരണം? പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഒരു ഇതിനെ മാത്രം കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഒരു ഹോട്ടലിലെ കേസ് ഇതിൽ ഏതാണ് സ്യൂട്ടബിൾ? പ്യുവർ ലൈൻ ആണോ ഡിപ്പാർട്ട്മെന്റ് ലൈൻ ആണോ? അല്ല, പ്യുവർ ലൈൻ ആയിരിക്കും കേട്ടോ. എന്താണ് കോഴിക്കറി വെക്കുന്ന ആളെ മൊത്തം ഒരു ഗ്രൂപ്പ് ആക്കി അങ്ങനെയെല്ലാം ചെയ്യണം ഹോട്ടലിൽ, കണ്ടല്ലോ. ഓക്കെ, ഓക്കെ, മൈക്ക് ഓഫ് ആയിക്കോ. ഓക്കെ, സോ അടുത്തത് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. ഓരോ കമ്പനി ചെയ്യുന്ന ഓരോ ഫംഗ്ഷനെയും വിൽ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു സെവറൽ ആക്ടിവിറ്റീസ്. Okay, so various functions done by the company are grouped into activities. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ based on the activities it is classified. അപ്പം നമുക്ക് വിൽ സി ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഒരു കമ്പനി എടുക്കാം. നമുക്ക് we will try to see an automobile company. So there is an assembling section on one side, അതിൻ്റെ ഇപ്പുറത്ത് ഒരു പെയിന്റിങ് സെക്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു മേ ബി ഒരു അസംബ്ലിംഗ് സെക്ഷനിൽ ആദ്യം ഒരു പാർട്സ് ഒക്കെ കൂടി കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിനുശേഷം ഒരു അസംബ്ലിംഗ് സെക്ഷൻ ഉണ്ട്. അസംബ്ലിംഗ് സെക്ഷൻ കഴിഞ്ഞിട്ട് പ്രോപ്പർലി സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് പെയിന്റിംഗ് സെക്ഷൻ ഉണ്ട്, പിന്നെ ടെസ്റ്റിംഗ് സെക്ഷൻ ഉണ്ട്. ഇത്രയും ഫംഗ്ഷൻസ് ആ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു. അപ്പം എന്ത് ചെയ്യുന്നു, ഈ ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ ഓരോ ഫങ്ഷണൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ വേരിയസ് ആക്ടിവിറ്റീസ് ആ ഗ്രൂപ്പ്. അപ്പോൾ എല്ലാ പെയിന്റ് ഇൻഡസ്ട്രീസിനെയും പെയിന്റിംഗ് സെക്ഷനെയും ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റുന്നു. പ്രൊഡക്ഷൻ അസംബ്ലിംഗ് സെക്ഷൻ ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഓരോ എന്താ പറയുക ഫങ്ഷണൽ സ്ട്രക്ചർ ഈസ് ക്രിയേറ്റഡ് ബൈ വേരിയസ് ആക്ടിവിറ്റീസ് ആർ ഗ്രൂപ്പ് ബൈ ഗ്രൂപ്പിംഗ് വേരിയസ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ റിക്വയർഡ് ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്. ഓക്കെ, സോ വാട്ട് എവർ ബി ദ ഫംഗ്ഷൻ റിക്വയർഡ് ഫോർ ദ ഒബ്ജക്റ്റീവ് ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ദി ഓർഗനൈസേഷൻസ് ഒബ്ജക്റ്റീവ്, ആക്ടിവിറ്റീസ് ആർ ഗ്രൂപ്പ്ഡ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, അത് പ്രൈമറി ഫംഗ്ഷനും സെക്കൻഡറി ഫംഗ്ഷനും സപ്പോർട്ടിംഗ് ഫംഗ്ഷനൊക്കെ ആയിട്ട് ഒരു കമ്പനീൻ്റെ ഫംഗ്ഷൻസിനെ തരംതിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ഫംഗ്ഷണൽ ഓർഗനൈസേഷനിൽ എന്താ ചെയ്യുന്നത്, ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഇത് മാത്രം നോട്ട് ചെയ്താൽ മതി. യു ഗ്രൂപ്പ് ഓൾ ദ ആക്ടിവിറ്റീസ്
on the basis of the function required to achieve the organization's goal. Okay, this creates a functional structure. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ ഫങ്ഷൻസിനെ ആ ഒരു ഇതനുസരിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നത്. ഈ ഫങ്ഷൻസിനെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് പിന്നെ പറയുന്നത്. ഇറ്റ് ഈസ് ഗ്രൂപ്പ്ഡ് ബേസ്ഡ് ഓൺ പ്രൈമറി, സെക്കൻഡറി ആൻഡ് സപ്പോർട്ടിംഗ് ഫങ്ഷൻസ്. ഓക്കെ, അപ്പം ഒരു ഓർഗനൈസേഷനെ ഞാൻ പറഞ്ഞതനുസരിച്ച് വേരിയസ് ഫങ്ഷൻസ് ആയിട്ട് ഒരു ഓർഗനൈസേഷനെ തരംതിരിക്കുന്നു. ഓക്കെ, ഓരോ ഫങ്ഷണൽ ഏരിയന്റെയും കീഴിൽ ഒരു എക്സിക്യൂട്ടീവിന്റെ കീഴിൽ ഓരോ ഫങ്ഷണൽ ഏരിയാസും പ്ലേസ് ചെയ്യുന്നു. അപ്പം ആ ഫങ്ഷനുമായിട്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരാളെയാണ് ഡിസിഷൻ മേക്കിങ്ങിന് ആള് കൺസൾട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സ്പാൻ ഓഫ് കൺട്രോൾ ഇവിടെ വളരെ ലിമിറ്റഡ് ആണ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഇസ് വേരിയസ് ഫങ്ഷൻസ് ആർ ഐഡന്റിഫൈഡ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആയിട്ട് ഫങ്ഷൻസിനെ കാൽക്കുലേറ്റ് ചെയ്ത് ഫങ്ഷൻസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഇൻഡസ്ട്രീൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും വേരിയസ് ഫങ്ഷൻസ് ആയി തരംതിരിക്കുന്നു. ഒരു ഫങ്ഷന് ഒരു ഫങ്ഷണൽ എക്സിക്യൂട്ടീവിനെ വെക്കുന്നു, ഒരു ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റിനെ വെക്കുന്നു. ഡിസിഷൻ മേക്കിങ്ങിനെല്ലാം അയാളെ കൺസൾട്ട് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വരുന്നത്. ഓക്കെ, സോ വി വിൽ സീ ദ ഡയഗ്രാം ഫോർ ദ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നോക്കൂ, യു ഹാവ് എ ഹെഡ് ഓഫീസ് ഹിയർ. ഓക്കെ, അതിന് താഴെ ഒരു പ്രൊഡക്ഷൻ സെക്ഷൻ ഉണ്ട്, ഒരു മാർക്കറ്റിംഗ് സെക്ഷൻ ഉണ്ട്, ബഡ്ജറ്റ്, ഫിനാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട്, പേഴ്സണൽ സെക്ഷൻ ഉണ്ട്. ഈ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഇയാൾ ചിലപ്പോൾ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സർവീസ് എക്സിക്യൂട്ടീവ് പോലത്തെ ആളാവാം. ഓക്കെ, നൗ യു ഹാവ് ടു സെപ്പറേറ്റ് പ്ലാൻസ്. ഫസ്റ്റ് പ്ലാൻ, സെക്കൻഡ് പ്ലാൻ വേണ്ടിയിട്ട് രണ്ട് സെക്ഷൻ ആക്കി മാറ്റുന്നു. ഓക്കെ, പ്ലാൻ നമ്പർ 1 ഇവരുടെ എല്ലാവരുടെയും ഗ്രൂപ്പിന്റെയും ഇൻപുട്ട് വരുന്നു. പ്ലാൻ നമ്പർ 2 ഇവരുടെ എല്ലാവരുടെയും ഇത് വരുന്നു. ഓക്കെ, അപ്പോൾ സപ്പോസ് ദിസ് പ്ലാൻ മേ ബി ഒരു എന്താ പറയുക പ്രൊഡക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എ. ദിസ് പ്ലാൻ മേ ബി ദ പ്രൊഡക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ബി. ഒരു ബിയും ഒരു എയും രണ്ട് ടൈപ്പ് പ്രോഡക്റ്റ് ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പം എല്ലാത്തിനും എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോന്നിനും ഓരോ എന്താ പറയുക ബേസ്ഡ് എക്സിക്യൂട്ടീവ്. പ്ലാൻ 1 പ്രോഡക്റ്റ് എയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ആ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമായിട്ടാണ് അവർ ചർച്ച ചെയ്യുന്നത്. ഹെഡ് ഓഫീസിൽ നിന്ന് ഓരോ സെക്ഷൻ ആയിട്ട് കമ്പനീനെ ഡിവൈഡ് ചെയ്ത് ആ ഓരോ സെക്ഷൻ ഇത് ഒട്ടുമിക്ക എല്ലാ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസും ഈ ഒരു ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. അതായത് അവരുടെ പ്രൊഡക്ഷൻ ഫേമിനെ കൺട്രോൾ ചെയ്യുന്നു, അതിന്റെ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ്, അതിന്റെ മാർക്കറ്റിംഗ് സെക്ഷന്, അത് ഒക്കെ. സോ വേരിയസ് പ്രോഡക്ട്സ് വിൽ ബി ദർ. ഈച്ച് പ്രോഡക്റ്റ് വിൽ ബി കമ്മിങ് അണ്ടർ ഡിഫറെന്റ് പ്ലാൻസ്. ഈച്ച് പ്ലാൻ വിൽ ബി ഹാവിങ് എ പ്ലാൻ ഹെഡ്. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, ഫിനാൻസ് ഇതൊക്കെ. സോ ദിസ് ഈസ് എ ബേസിക് ഡയഗ്രാം ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. കുറച്ചുകൂടി നല്ല ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, KTM ബുക്കിലും ഉണ്ട്. പിന്നെ അതൊന്നും നോക്കാം. ഓക്കെ, സോ വി വിൽ സീ ദ സ്ട്രക്ചർ, ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഞാൻ പറഞ്ഞു ഇവിടെ പ്രൊഡക്ഷൻ സെക്ഷനിൽ ഒരാളുണ്ട്. ഹി ഷുഡ് ബി വെരി മച്ച് എക്സ്പേർട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഫീൽഡ്. മാർക്കറ്റിംഗ് സെക്ഷനിലുള്ള ആൾ അത്രയും മാർക്കറ്റിംഗ് ലെവൽ നോളജ് ഉള്ള ആളായിരിക്കണം. അപ്പോൾ ഹൈ സ്പെഷ്യലൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഫങ്ഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ ഫങ്ഷൻസിനെയും ഓരോ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുകയാണ് അല്ലേ. സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കീ ഫംഗ്ഷൻ ആയിരിക്കും ആ കമ്പനി ചെയ്യുന്നത്. ആ ഫങ്ഷണൽ എക്സ്പേർട്ടിനെയാണ് കൂട്ടുന്നത്. അപ്പോൾ അയാൾ എത്രത്തോളം സ്പെഷ്യലൈസ്ഡ് ആയിരിക്കണം, അത്രത്തോളം സ്പെഷ്യലൈസ്ഡ് ആയിരിക്കണം ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ വരും. ദർ ഇസ് വെരി മച്ച് ക്ലാരിറ്റി ഇൻ ഫങ്ഷനിങ്. an expert is leading the head, so there is very much clarity in functioning. Duplication പരിപാടിയൊന്നുമില്ല. സാറ്റിസ്ഫാക്ഷൻ, പ്രോപ്പർ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരുപാട് സെക്ഷണൽ ഹെഡ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പം ഈ പ്ലാൻ എയിൽ ദിസ് പ്ലാൻ എ ഹാസ് സെവറൽ സെക്ഷൻസ് ആൻഡ് സെവറൽ ഹെഡ്സ്. സോ കോർഡിനേഷൻ ഭയങ്കരമായിട്ട് പ്രശ്നമാണ് ഈ ഫങ്ഷണൽ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, അതേപോലെ തന്നെ ദർ ഇസ് നോ ക്ലിയർ ലൈൻ ഓഫ് അതോറിറ്റി. ഇപ്പൊ സപ്പോസ് പ്ലാൻ എയിൽ ദർ ആർ സർട്ടൻ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്, ദർ ആർ സർട്ടൻ വർക്കേഴ്സ് അണ്ടർ ഈച്ച് ഓഫ് ദീസ് സെക്ഷൻസ്. വാട്ട് ഹാപ്പൻസ് ഈസ് ഇവിടെ എന്താ പറയാ, ഇയാൾ ചിലപ്പം പ്രൊഡക്ഷൻ സെക്ഷനുമായിട്ട് നല്ല എക്സ്പേർട്ട് ആയിരിക്കാം ഇവിടെ ഈ സെക്ഷനിൽ വരുന്ന വർക്കേഴ്സ്. പക്ഷെ ഇവർക്ക് മാർക്കറ്റിംഗ് സെക്ഷനുമായിട്ട് യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആ കമ്പനിയുടെ എന്താണെന്ന് ഇവർക്ക് അറിയില്ല. അപ്പൊ ഇവർ അതനുസരിച്ചല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കുക അല്ല. സോ clear line of authority is lacking here and decision making is very slow because once the market situation മനസ്സിലാക്കി കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഡക്റ്റിന് ആ സമയത്ത് വലിയ റേറ്റ് ഇല്ല എന്ന് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മനസ്സിലാക്കി. സ്വാഭാവികമായിട്ടും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ മാനേജറോട് കാര്യം പറഞ്ഞു. പക്ഷെ പ്രൊഡക്ഷൻ മാനേജർ ഷെഡ്യൂൾ ചെയ്യാണ് ഈ ഒരു മാസത്തിനുള്ളിൽ ഇത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കണം.
സ്വാഭാവികമായിട്ടും 1,00,000 പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നു. മാർക്കറ്റിംഗ് സെക്ഷൻ പറഞ്ഞു അത്രയൊന്നും വേണ്ട, 10-50,000 മതി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ മാനേജർക്ക് അത് വർക്കേഴ്സിൽ കൺവേ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രൊഡക്ഷൻ അതൊന്നും നടക്കില്ല. ഡിസിഷൻ മേക്കിംഗ് ഈസ് വെരി സ്ലോ ഇൻ കേസ് ഓഫ് functional organizational structure. Okay, so these are some of the demerits of functional organizational structure. Okay, and suitability നമുക്ക് ഇനി നോക്കാം. എവിടെയാണ് അത് suitable എന്നുള്ളത് നമുക്ക് നോക്കാം. It is suitable for necessary as a small when a small organization grows as a business activity. Okay, ഒരു ചെറിയ ഓർഗനൈസേഷൻ ലൈൻ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ വെൻ this type of small organization grows into a larger business activity, സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് വേണ്ടി വരും? ഒരു പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് സെക്ഷൻ, പിന്നെ അതേപോലെ തന്നെ അല്ലെ പ്രൊഡക്ഷൻ സെക്ഷൻ, ഫൈനാൻസ് സെക്ഷൻ ഒക്കെ ആയിട്ട് മാറും. ഓക്കെ, അപ്പം നിങ്ങളൊരു നല്ലൊരു വലിയൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എല്ലാ സ്റ്റാർട്ടപ്പുകളും ലൈൻ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിലായിരിക്കും. പിന്നീട് മെല്ലെ അതിന്റെ ഗ്രോത്തോട് കൂടി അത് ഫങ്ഷണൽ ലെവലിലേക്ക് വരികയാണ്. സോ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ടുഡേസ് ടാസ്ക് ഫോർ യു ഈസ് you have to write what is centralization and important points on centralization. Okay, so type of organization structure നോക്കണം. We have discussed only two, line organization and functional organization നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. In that you can draw the diagrams for line, pure line and departmental line, write the characteristics of line organization, what are the advantages and disadvantages of line organization, and suitability എന്താണെന്ന് എഴുതും. പിന്നെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആണ്. യു ഹാവ് ടു റൈറ്റ് ദ ബേസിക് ഡെഫിനിഷൻ ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആൻഡ് എ ഡയഗ്രാം ഒബ്വിയസ്ലി, ആൻഡ് ദി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ, ലാസ്റ്റ് ഇറ്റ്സ് സ്യൂട്ടബിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യേണ്ടത്. 11:40 വരെയാണോ ക്ലാസ്? ആണോ? Yes, sir. ഓക്കെ, സോ ഗൂഗിൾ